മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് മക്ക. അവിടുന്ന് ജനിച്ചതും വളർന്നതും എല്ലാം മക്കയിലാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹ്യും പ്രവാചകത്വവും ലഭിക്കുന്നതുവരെ താമസിച്ചതും ആ മക്കയിൽ തന്നെയാണ്. അള്ളാഹുവിൽ നിന്നും പരസ്യ പ്രബോധനത്തിനുള്ള ആജ്ഞ വന്നപ്പോൾ ശത്രുക്കളിൽ നിന്ന് തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും വല്ലാത്ത മർദ്ദനയും അക്രമവും നേരിടേണ്ടി വന്നു. അത് സഹിക്കുന്നതിലും അപ്പുറമായപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന, അങ്ങ് മക്ക വിട്ട് ഹിജറ പോകണമെന്ന്. അവിടുത്തെ ഇഷ്ടത്തോഴനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അവിടുന്ന് മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന ഒരു രംഗമുണ്ട്. മുത്തുനബി അതീവ വിഷമത്തിലാണ്. കാരണം മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ സ്വദേശമാണ്, തന്റെ ജന്മനാടാണ് മക്ക. ആ മക്ക വിട്ടുപോകുന്നതിൽ മുത്തുനബിക്ക് സഹിക്കുന്നതിലും അപ്പുറമായ ആ വലിയ വിഷമമുണ്ടായിരുന്നു. ആവർത്തിച്ച് വീണ്ടും വീണ്ടും മക്കയെ നോക്കുന്നു. ഒരൽപ്പം നിന്നുകൊണ്ട് മക്കയോട് പറയുന്നു, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാ. മക്ക, അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള നാടാണ് നീ. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയും നീ തന്നെയാണ് മക്ക. ലൗലാ അന്നി ഉഖ്രിജ്തു ലമാ ഖറജ്ത്. എനിക്ക് നിർബന്ധമായും ഹിജറ പോകേണ്ട അനിവാര്യ സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകുമായിരുന്നില്ല. ഈ കഥയിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനും അവന്റെ പ്രിയദൂതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബിയുടെ ജന്മനാടാണ് മക്ക. അതുകൊണ്ട് തന്നെ മക്കയോട് നമുക്കും ആ സ്നേഹമുണ്ടാകണം. രണ്ടാമത്, നമ്മുടെ സ്വന്തം ജന്മനാടിനോട് നമുക്ക് എങ്ങനെ സ്നേഹമുണ്ടാകണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കഥയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവിടുത്തെ മാതൃക തന്നെയാണ് ജന്മനാടിനോടുള്ള ആ സ്നേഹവും. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ.